വിഷുവിനോ ഈസ്റ്ററിനോ വാങ്ങിയ പടക്കത്തിൻ്റെ ബാക്കി ഓലപ്പടക്കം പൊട്ടിച്ചതിനാണ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു വിഷയമുണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായി. എൻ്റെ ചോദ്യം, എൻ്റെ വീടിൻ്റെ മുന്നിൽ ഉള്ള വീട്ടിലെ ചെറുപ്പക്കാരൻ ഇതിന് നേതൃത്വം കൊടുത്തു എങ്കിൽ ഇത് പൊട്ടിക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ വീടിൻ്റെ മുന്നിൽ വരണ്ടേ, അവിടെ ഉണ്ടാകണ്ടേ? കൂട്ടുകാർ ചേർന്ന് അവർ സന്തോഷിക്കാൻ വേണ്ടിയാണ് പടക്കം പൊട്ടിച്ചതെങ്കിൽ അവർ എല്ലാവരും ഒരുമിച്ച് 2 വീടപ്പുറത്തുള്ള നിങ്ങൾ പരിശോധിക്കണം, ഒരു അരയാലുണ്ട്, അവിടെ ധാരാളം സ്പേസ് ഉണ്ട്. അവർ ഒരുമിച്ച് ബാക്കി വന്ന പടക്കം പൊട്ടിക്കുകയായിരുന്നുവെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അവർക്ക് പടക്കം പൊട്ടിക്കാമല്ലോ. അല്ലെങ്കിൽ ഒഴിഞ്ഞ പറമ്പുണ്ട്, അവിടെ നിന്ന് പൊട്ടിക്കാമല്ലോ. അപ്പം മാലപ്പടക്കമാക്കി പോലീസിൻ്റെ സംരക്ഷണ കവചം അത് ശോഭാ സുരേന്ദ്രൻ ഉള്ളതല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് പോലീസ് അധികാരികൾ വ്യവഹരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പുല്ലിൻ്റെ വിലയെ ഞാൻ കൊടുക്കുന്നുള്ളൂ. കാരണം പോലീസ് സംരക്ഷണം തരും എന്ന് കരുതിയിട്ടല്ല ഞാൻ ഈ കഴിഞ്ഞ 30 വർഷമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്നത്. എന്നാൽ പൊതുജനങ്ങളുടെ മുന്നിൽ എനിക്ക് അറിയിക്കാനുള്ള ബാധ്യതയുണ്ട്. പൊട്ടിയത് മാലപ്പടക്കമല്ല. അതുകൊണ്ട് അതിൻ്റെ വിഷ്വൽ അത് ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ ഒന്ന് കാണിക്കാൻ കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് കാണാം, 2 പേർ ബൈക്കിൽ ഗേറ്റിനരികിൽ നിൽക്കുന്നത് കാണാം. ബൈക്കിൽ വന്ന് മറഞ്ഞിരുന്ന് ഗേറ്റിനോട് ചേർന്ന് മറഞ്ഞിരുന്ന്, ഇതിപ്പോൾ ഒരു CCTV ക്യാമറയിലുള്ള സ്ഫോടന ശബ്ദം എത്രയുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതായിരിക്കുമോ ഒറിജിനൽ ശബ്ദം ആ നാട്ടിലുണ്ടായിരിക്കുക? ആ എറിഞ്ഞ ഒറ്റ സെക്കൻഡ് ബൈക്കിൽ വന്നവർക്ക് ജീവിക്കാൻ ഇനിയും വിധിച്ചതുകൊണ്ടാണ് അവർക്ക് അപകടം പറ്റാതെ ഈ സ്ഫോടനം നടത്താൻ പ്രതികൾക്ക്, ഈ തെറ്റ് ചെയ്തവർക്ക് സാധിച്ചിട്ടുള്ളത്. ഇത്രയും ഒരു സബ്ജക്റ്റ് ഉണ്ടായിട്ട് അത് ചെറുപ്പക്കാർ മാലപ്പടക്കം ഒരുമിച്ചിരുന്ന് പൊട്ടിച്ച് കളിച്ചതാണ് എന്ന് കേരളത്തിലെ തൃശ്ശൂരിലെ പോലീസ് അധികാരികൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു താമ്രപത്രം നൽകാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ആ മാലപ്പടക്കത്തിൻ്റെ കഥ അവിടെ നിൽക്കട്ടെ, എൻ്റെ വിഷയവും അവിടെ നിൽക്കട്ടെ. ഞാൻ എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ സബ്ജക്റ്റ് എന്നതിലുപരി, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ സബ്ജക്റ്റ് എന്നതിലുപരി ഞങ്ങളിതിൽ ഇടപെട്ടിട്ടുള്ളത് ആ നാട്ടുകാരുടെ കൂടി ആഗ്രഹപ്രകാരമാണ്, ആവശ്യപ്രകാരമാണ്.